അതെ, നിങ്ങൾ ഈ പൂ എന്റെ തലയിൽ നിന്ന് ചൂടിക്കേ, ഞാൻ നിങ്ങളെ അലുവ തീറ്റിപ്പിക്കാവേ. അമ്മേ, ഇപ്പൊ നീ എന്റെ സങ്കല്പത്തിലെ രതി ദേവതയാണ് മോളെ. നിങ്ങളും എന്റെ സങ്കല്പത്തിലെ മന്മഥനായി മാറിക്കഴിഞ്ഞു. അകത്തേക്ക് വാ, അവിടെ പോയിരുന്ന് സംസാരിക്കാം. നടക്ക്, വേഗം വേഗം നടക്ക്. എന്നെ പതുക്കെ തള്ളേ. അയ്യോ എന്റെ അമ്മേ, അയ്യോ. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. മണി 6 ആരാടാ നീ? അയ്യോ, എന്താ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? അയ്യോ, ആരാ നിങ്ങളെ അടിച്ചത്? റൂമിൽ എന്നെ വിളിച്ചോണ്ട് പോയിട്ട് അടിച്ച് പരിപ്പിളക്കിയിട്ട് അവള് സംസാരിക്കുന്ന കണ്ടില്ലേ, ദുഷ്ട. അതെ അതെ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? എന്താ? ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ വീട്ടിലൊരു പേര് വന്നിരുന്നു. വന്നിട്ട് അവൻ എന്റെ ഭർത്താവാണെന്നും പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിക്കാൻ നോക്കിന്നേ. എന്നിട്ട് അന്നേരം നീ എന്താ ചെയ്തേ? അവനെ ഞാൻ അങ്ങനെ വെറുതെ വിടുവോ? അവനെ സോപ്പിട്ട് അകത്ത് കൊണ്ടുപോയി അവനെ അടിച്ച് ശരിയാക്കിയല്ലേ? അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അതെനിക്കറിയാലോ. മോളെ കല്യാണി, എന്തു പറ്റി? എന്താ നിനക്ക്? എന്തിനാ ഛർദിക്കുന്നേ? എന്താ മോളെ? എന്റെ ചക്കര മുത്തേ, എടാ ചന്ദ്ര, ഒന്നിങ്ങോട്ട് വന്നേ. വരുന്നു. എന്താ മുത്തശ്ശി? ഈ വീട്ടില് സുഭാഷ് ചന്ദ്രബോസ് വരുന്നടാ. ഒന്ന് ചുമ്മാ മുത്തശ്ശി, അദ്ദേഹം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. പിന്നെ എങ്ങനെയാ നമ്മുടെ വീട്ടിൽ വരുന്നത്? എടാ മണ്ട, നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞിക്കാല് പറക്കാൻ പോകുന്നെന്ന്. ചേച്ചേ, അയ്യേ, മുത്തശ്ശൻ മരിച്ചിട്ട് 25 വർഷമായില്ലേ? ഈ വയസ്സിൽ മുത്തശ്ശി കുഞ്ഞോ? എടാ മരമണ്ട ശിരോമണി, ജനിക്കാൻ പോണത് എനിക്കല്ല, നിന്റെ ഭാര്യക്കാ. നേരാണോ? എന്നെ അല്ലല്ല പൊക്കിയെടുക്കണ്ട, നിന്റെ ഭാര്യനെ പോയി പൊക്കിയെടുക്കടാ. ഒരച്ഛനാവാൻ വേണ്ടി എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു. ഇന്നെന്റെ പ്രാർത്ഥന ഫലിച്ചു. ഈ സന്തോഷം ഇങ്ങനെ തന്നെ എപ്പോഴും ഉണ്ടാവണം. മിസ്റ്റർ ചന്ദ്രൻ, നിങ്ങളുടെ ഭാര്യയുടെ എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞിട്ടുണ്ട്. 3 മണിക്കൂർ കഴിയുമ്പോൾ റിസൾട്ട് കിട്ടും. വെയിറ്റ് ചെയ്ത് വാങ്ങിക്കുന്നോ അതോ ഇപ്പൊ പോവോ? ഇവിടെ എന്തിനാ ഇരിക്കുന്നേ? ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. ശരി. മിസ്റ്റർ ചന്ദ്രൻ, വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം നിങ്ങൾ അച്ഛനാകാൻ പോവുകയാണ്. ഒരു കാര്യം നിങ്ങളോട് എനിക്ക് തുറന്നു പറയണമെന്ന് ഓർക്കുമ്പോ വളരെ വിഷമമുണ്ട്. നിങ്ങളുടെ ഭാര്യയ്ക്ക് മൈട്രോൾ വാൾവ് സ്റ്റെനോസിസ്, ഹാർട്ടിന് പിടിപെട്ടിരിക്കുകയാണ്. ബലൂൺ വാൾവ് മുഖേന ഓപ്പറേഷൻ ചെയ്ത് എത്രയും വേഗം റെക്ടിഫൈ ചെയ്തില്ലെങ്കിൽ പ്രഗ്നൻസി കോംപ്ലിക്കേറ്റ് ആയി ഹാർട്ടിന്റെ ഫംഗ്ഷൻ നിൽക്കുവാനിടയുണ്ട്. ഈ രോഗം ഉള്ളതുകൊണ്ട് കുട്ടിയുടെ വളർച്ചയ്ക്ക് അത് പ്രോബ്ലമായി തീരും. അതുകൊണ്ട് പ്രസവ സമയത്ത് അമ്മയും കുഞ്ഞും മരിക്കാനും സാധ്യത ഏറെയാണ്. എത്രയും പെട്ടെന്ന് ഈ ഓപ്പറേഷന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യണം. ഇതിന് 8 ലക്ഷം രൂപയോളം ചെലവുണ്ട്. ഒരു കൊച്ചു അനിയത്തിക്കുട്ടി വേണമെന്ന് പറയുന്നവരാദ്യം കൈപ്പൊക്ക്. കഴിക്ക്. ഇനി ഒരു കൊച്ചു അനിയൻ വേണമെന്നുള്ളവര് കൈപ്പൊക്ക്. എന്താടാ, നിനക്ക് അനിയനും അനിയത്തിയും 2 പേരും വേണോ? എനിക്ക് 2 ലഡ്ഡു വേണം. ഓഹോ. ഏട്ടനോ ആൺകുട്ടി പെൺകുട്ടി 2ഉം വേണോ? എനിക്ക് നിന്നെയും വേണം, കുഞ്ഞിനെയും വേണം. എന്താന്നേ? മോൻ മോൻ അല്ല, നിന്റെ പോലൊരു മോൾ. 2ഉം വേണം എന്ന് വെച്ചാ 2 കുട്ടികൾ. ഈ രാധാകൃഷ്ണനോ ഏട്ടനോ ഒരു വ്യത്യാസവും ഇല്ല. ചന്ദ്രനോ? നമസ്കാരം സാർ. എന്താ കാര്യം? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ. എന്റെ ഭാര്യ പ്രഗ്നന്റ് ആണ് സാർ. വെരി ഗുഡ്. ഈ വിശേഷം എന്താ സങ്കടത്തോടെ പറയുന്നത്? 1 മാസത്തെ ശമ്പളം കൂടുതൽ തരാം. അതല്ല സാർ, എന്റെ ഭാര്യക്ക് അർജന്റായിട്ട് ഒരു ഓപ്പറേഷൻ നടത്തണം. 8 ലക്ഷം രൂപയാകും. ഈ അവസ്ഥയിൽ സാറല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. ദയവ് ചെയ്ത് സാർ ഈ ഒരു സഹായം ചെയ്താൽ എന്റെ മരണം വരെ ഞാൻ ഒരു അപകടത്തിൽ നിന്ന് നീ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നൊരു കസ്റ്റമർ പറഞ്ഞല്ലോ. ഈ വിഷമം കൊണ്ടായിരിക്കും സംഭവിച്ചതല്ലേ? സോറി സാർ. അതുകൊണ്ട് ഈ സമയത്ത് ഡ്രൈവ് ചെയ്യുന്നത് അപകടമാണ്. അതുകൊണ്ട് ആ താക്കോൽ അവിടെ വെച്ചേക്ക്. ഇതുവരെയുള്ള ശമ്പളം ഇതാ എടുത്തോളൂ.
എടുത്തോളൂ